കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ നിന്നു മോടക്കുൾ. അല്ല, ഇതെന്താ കഥ? ഇവിടെ എന്താ പണി? ഡിന്നർ. കണ്ടില്ലേ, ക്യാൻഡിൽ ലൈറ്റ്. ടേബിളിലായിരുന്നു ഒരു വീഞ്ഞ പെട്ടി കിട്ടി. ടേബിൾ കവറിന് ഒരു ബെഡ്ഷീറ്റ്. കുറച്ച് കയറിയതാ, പക്ഷെ ഇരിക്കാൻ 2 ബെസ്റ്റ് ചാക്ക് കിട്ടും. വാ. എനിക്ക് മനസ്സിലായില്ല, ഇതെന്തിന്റെ പുറപ്പാടാ? താനിങ്ങോട്ടിരി. വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നു. എന്താ, എന്നെ കൂട്ടില്ലേ? നല്ല കാര്യേ. വടക്കോർത്ത് തിന്നിരുന്ന അടുക്കളക്കാരി പെണ്ണിന്റെ ഒപ്പം അത്താഴം കഴിക്കേ. മോനെ എഴുന്നേറ്റ് ആരെങ്കിലും ഇരിപ്പ് കണ്ടാ മതി. എന്നും ഒറ്റയ്ക്കിരുന്നല്ലേ കഴിക്കുന്നത്? ഇന്ന് ഞാൻ കമ്പനി തരാം. ഒരു ദിവസം പിന്നെയും ഞാൻ തനിച്ചല്ലേ? അല്ല, ഈ ജീവിതം മുഴുവൻ ഞാനുണ്ടാവും തൻ്റെ കൂടെ. ഓ, കേൾക്കുമ്പോ എന്ത് സുഖമുണ്ടെന്നറിയോ? വെറുതെ എന്തിനാ എന്നെ മോഹിപ്പിക്കുന്നത്? ഒരു പാവല്ലേ ഞാൻ? ഞാനും അതെ, പാവ. എന്തറിയാം മനുവേട്ടൻ എന്നെ കുറിച്ച്? ഇത് ബാലാമണിയാണെന്നറിയാം. ഈ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുന്നു അറിയാം. അച്ഛനും അമ്മയും കൂടെ പണ്ടൊരു യാത്ര പുറപ്പെട്ടതാ. ഗുരുവായൂരെ കുളിച്ചത് തിരിച്ചു വന്നത് 2 വെളുത്ത തുട്ടിക്കെട്ടുകളാ. അവരൊരു കുപ്പി വിഷത്തിന്റെ സഹായത്തില് രക്ഷപ്പെട്ടു. ആശുപത്രിക്കാരി കുത്തിക്കയറി കെട്ടിത്തരാൻ വൈകിയതുകൊണ്ട് പാതിരാത്രിക്കാ കൊണ്ടുവന്ന്. എന്റെ ഇളയത് 3 പെൺകുട്ടിയോളാ. അവർ ഉറക്കായിരുന്നു. ഞാൻ കണ്ടു ഒരു നോട്ടം. ചിതയിൽ വെച്ച് പാഴത്തായി ഉയരം വെക്കണതിന് മുമ്പ് കിടപ്പാടം വിട്ട് ഇറങ്ങേണ്ടി വന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോ വീടിന്റെ അടുക്കള പുറത്താ ജീവിതം. പിന്നെ ആകെയുള്ളൊരു സഹായം ആ കേശവൻ നാരാ. എന്റെ ഇളയ സരോജിനി, അയാള് വീട്ടില. അവള് സൂക്കേടുകാരിയാ, ഹാർട്ടിനാ കുഴപ്പം. എന്റെ ഇളയതെങ്കില് വേറെ വീട്ടിലാ. സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉള്ളവര് ഇതാ ബാലാമണി. പാതിരാത്രിയില് വീട്ടിലേക്ക് കൊണ്ടുവന്ന വെളുത്ത തുണിക്കെട്ടുകളോട്ട് ഉറക്കത്തില് ഇളയ അനിയത്തി ഞെട്ടിപ്പിച്ച് മീൻ മറയണവര് ഓരോന്ന് ഓർമ്മ വരാ. രാത്രിയില് 2 പിടി ചോറ് വാരി തിന്നുമ്പോഴാ. അതാ തനിച്ചിവിടെ വന്നിരിക്കണ. ആരെങ്കിലും കണ്ട പിന്നെ ചോദ്യായി പറച്ചിലായി. ഇവളുടെ കൂടെ തന്നെ വേണോ ഡിന്നർ? നിന്നെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കുണ്ടോന്നറിയില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. ഇനി നിന്റെ സങ്കടങ്ങൾ എന്റേത് കൂടിയാണ്. എന്റെ ഗുരുവായൂരപ്പ, ഞാനിത് വിശ്വസിച്ചോട്ടെ? 100 വട്ടം. എന്നും ഗുരുവായൂർ കുളിച്ചു തൊഴാന്ന അതിമോഹം കണ്ട ഞാനിങ്ങോട്ട് പുറപ്പെട്ടത് ആ കേശവൻ നായരുടെ കൂടെ. അതിതുവരെ നടന്നിട്ടില്ല. പകരം ഗുരുവായൂരപ്പൻ നിന്ന് നിധിയായതെന്ന് ഞാനിങ്ങോട്ട് വിശ്വസിച്ചോട്ടെ? നിധി എനിക്കാണ് കിട്ടിയത്. സൂപ്പർ അമ്മയും മകളും.